ഞങ്ങളുടെ കൂട്ടത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ പറ്റി നിങ്ങൾ വല്ലാതെ വിഷമിച്ച് തലപുണ്ണാക്കേണ്ടതില്ല. തൗഹീദിലോ ശിർക്കിലോ ഞങ്ങൾക്ക് തർക്കമില്ല. തർക്കിച്ചാ പിന്നെ സുന്നിയാവില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലോ ബഹുമാനപ്പെട്ട എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സമസ്തയിലോ ബഹുമാനപ്പെട്ട നജീബ് മൗലവിയുടെ നേതൃത്വത്തിൽ സമസ്താനയിലോ അതൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ സംഘടനാപരവും ചില ശാഖാപരവുമാണ്. അത്രേ ഉള്ളൂ. ഉസൂലിയായ അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾക്കിടയിലില്ല. യാതൊരു അഭിപ്രായ വ്യത്യാസം സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസം അവരെല്ലാം സുന്നികൾ തന്നെ. ഒരു തർക്കമില്ല. തൗഹീദിന്റെ കാര്യത്തിൽ തർക്കമില്ല, ശിർക്കിന്റെ കാര്യത്തിൽ തർക്കമില്ല, ബർക്കത്തെടുക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല, തവസ്സുൽ ചെയ്യാം തർക്കമില്ല, ഇസ്തിഗാസ ചെയ്യാം തർക്കമില്ല, മൗലിദ് ഓതാം തർക്കമില്ല. ഒരു തർക്കമില്ല. എന്ത് സുന്നികളാണ്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായ കാര്യത്തിൽ ഞങ്ങൾ യോജിക്കും. നിങ്ങൾക്ക് നടക്കാം. എല്ലാരും യോജിക്കും. ഞങ്ങൾക്ക് യോജിക്കാൻ നിങ്ങൾ തിട്ടൂരം വേണം. സുന്നികൾ അഹ്ലു സുന്നയുടെ പ്രചാരണത്തിൽ യോജിക്കണം. ഈ ആസുരകാലത്ത് യോജിക്കണം. എന്തേ? ഈമാനിൽ നിന്നും ഇസ്ലാമിൽ നിന്നും ഹഖായ അഹ്ലു സുന്നയിൽ നിന്നും ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നിസ്സാരമായ കാര്യത്തിന്റെ മേൽ നമ്മൾ യോജിക്കാതെ പരമാവധി യോജിക്കണം. അതിനപ്പുറം പറയാൻ എനിക്ക് അവകാശമില്ല. ഞാൻ ആളല്ല. പക്ഷെ എന്നാലും യോജിപ്പിന്റെ ഏറ്റവും അനിവാര്യമായ ഘട്ടമാണിത്. വിയോജിക്കേണ്ട അനിവാര്യതയൊന്നും ഇല്ലാതിരിക്കെ, ഇത്രത്തോളം ഭീകരമായ ബിദ്അത്ത് ദുനിയാവിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കെ, ലക്ഷക്കണക്കായ യുവാക്കൾ ഭീകരവാദികൾ ആയിക്കൊണ്ടിരിക്കെ നാം യോജിക്കണം. പ്രബോധന രംഗത്ത് ആദ്യം യോജിക്കണം. സംഘടനാപരമായ യോജിപ്പിനെ നേതാക്കൾ തീരുമാനിക്കും. ഞാൻ വളരെ ഗൗരവമായി ഓർമ്മപ്പെടുത്തുകയാണ്, അഹ്ലു സുന്നയെല്ലാം ഒന്നാണ്. എന്നാൽ ബിദ്അത്ത് എന്താണെങ്കിലും ബിദ്അത്ത് തന്നെ. അതിൽ ചെറിയ ബിദ്അത്ത് വലിയ ബിദ്അത്ത് എന്ന് വ്യത്യാസമില്ല. ഇദാ ളഹറത്തിൽ ബിദ്അ വസക്കത്തൽ ആലിം ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ബിദ്അത്തുകൾ പ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. തെറ്റായ വിശ്വാസം, തെറ്റായ അഖീദ അത് ലോകത്താകെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇൽമുള്ളകൾ മിണ്ടാതിരുന്നാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. വളരെ ചിന്തിക്കണം. വഹാബിസത്തിനെ ജനകീയവൽക്കരിക്കുന്ന ഒരു സാധനം ഇതൊന്നും അറിയാതെ നിശബ്ദമായി നമുക്കിടയിലുണ്ട്. അത് ഏറ്റവും അപകടകരമായ വഹാബിസം. അതാണ് തബ്ലീഗ് ജമാഅത്ത്. അവരുടെ നേതാവാരാ? മുഹമ്മദ് അബ്ദുൽ വഹാബ്. അവരുടെ ഇമാമാരാ? മുഹമ്മദ് അബ്ദുൽ വഹാബ്. ആസ്തമ വലിവുള്ള നേരത്താണെങ്കിലും ഒരു തബ്ലീഗുകാരനോട് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞു നോക്കൂ. അപ്പോൾ എത്ര ആസ്തമ വലിവിന്റെ നേരത്താണെങ്കിലും റഹിമഹുല്ലാഹ് എന്ന് പറയാതെ മൂപ്പര് അപ്പുറം പറയും. സ്വഹാബത്തിന്റെ പേര് പറഞ്ഞാൽ റളിയല്ലാഹു അൻഹു ചിലപ്പോൾ നേരം പോകും. എന്നാലും മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എന്ന് പറയാൻ പറയില്ല. അത്രയും വലിയ മുലകൂടി വന്നു. എന്നാ കാണുമ്പോ നല്ല കുപ്പായം, നല്ല തലയെക്കെട്ട്, നല്ല തൊപ്പി, നല്ല താടി, എല്ലാരെ കണ്ടാലും ഇങ്ങനെ വിളിച്ചാട്ടി പറയുമ്പോ നാട്ടുകാർ പെട്ടുപോകും. ചോടക്കാര്, മുതലാളിമാര്, പൈസക്കാര് മുഴുവനും ബിദ്അത്തിലെത്തിയത് തബ്ലീഗ് എന്ന റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്. ആ ഏജൻസിയെ വഹാബികളിപ്പോ കുടുങ്ങി. സൗദി വഹാബി വരെ പുറത്താക്കി. കാരണം രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ്. മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കൊള്ളണോ തള്ളണോ എന്ന ഇടത്താണ് ഇപ്പോൾ സൗദി ഉള്ളത്. കാരണം ഇയാളെ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലാണ്. ഏതായാലും കൊട്ടാരത്തിൽ സംസാരമൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴും ഈ റഹിമഹുല്ലാഹ് കേട്ടപ്പോൾ ഇവർക്ക് പിന്നെ ബേജാറായി, പുറത്താക്കി. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ്. ചിന്തിക്ക്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് തെറ്റായ മാർഗത്തിലേക്ക് കൊണ്ടുപോകും. നമ്മൾ അവിടെ നോക്കിയിരിക്കാൻ പാടില്ല.